സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, CapCutനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. CapCut നോ ഇൻ്റർനെറ്റ് ഇഷ്യൂ എന്നുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല റീച്ച് ഉണ്ടായിരുന്നു, അത്യാവശ്യം ഈ പറയുന്ന റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ മെജോറിറ്റി ഞാൻ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരിടുന്നത് ഒരു 100-ൽ ഒരു 60% പേർക്ക് വർക്കാവുന്നുണ്ട്, ബാക്കി 40% പേർക്കും വർക്കാവുന്നില്ലെന്ന് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്, അതിനുള്ള മെത്തേഡ്സ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. എന്നാലും ചിലർ ഇപ്പോഴും മെസ്സേജ് ഇടുന്നുണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ CapCut നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ല നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ നിന്നാണ്. ഗൂഗിൾ ക്രോമിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന CapCut ഡൗൺലോഡ് ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പകരം ഗൂഗിൾ ക്രോമിൽ നിന്ന് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനകത്ത് ഇരുന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ CapCut മോഡ് APK 2025 2025 CapCut മോഡ് APK 2025 ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് CapCutൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻ, അത് മോഡിഫൈഡ് ആപ്ലിക്കേഷൻ, അതാണ് മോഡ് എന്ന് പറയുന്നത്. മോഡിഫൈഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ല ഡൗൺലോഡ് ചെയ്യുന്നത്. പകരം നിങ്ങൾ ഡയറക്റ്റ് വേറെ ഏതൊരു ബ്രൗസറിൽ നിന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെ സെക്യൂരിറ്റിക്ക് ഒരു ത്രെറ്റ് ഉണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഡാറ്റാസ് ലീക്കേജ് ആവാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. സോ ഇത് രണ്ടും മൈൻഡ് ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ. കാരണം ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആലോചിച്ച് ചെയ്യുന്ന ആപ്ലിക്കേഷനല്ല. നിങ്ങൾ വേണമെന്ന് പറഞ്ഞ് വേറെ ആപ്ലിക്കേഷൻ, നിങ്ങൾ വേറെ ഏതോ ബ്രൗസറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. സോ സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ട്. സോ അത് അറിഞ്ഞ് കൈകാര്യം ചെയ്യുക. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യണം. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു VPN വേണം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന VPN എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബോ VPN എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ടർബോ VPN ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ടർബോ VPN ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്കി ബേസിക് ഡീറ്റെയിലോട് സൈനപ്പ് ചെയ്യാൻ പറ്റും. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുരുക്കം ചില പറയുന്ന സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ എനേബിൾ ആയി വരത്തുള്ളൂ. 4K എക്സ്പോർട്ടിങ് അതൊന്നും വരത്തില്ല. അത്യാവശ്യം ഫിൽറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ അനിമേഷൻസ് ഒക്കെ ഡിസേബിൾ ആയി കിടക്കുന്നുണ്ടാവും. ഇത് നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ CapCut ആപ്ലിക്കേഷനകത്ത് നമുക്ക് സെറ്റിംഗ്സിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യുന്ന പേജിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാകും. ടിക്ടോക്ക് വെച്ച് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫേസ്ബുക്ക് വെച്ച് സൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ മെജോറിറ്റി കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പപ്പണിക്ക് വേണ്ടി ഫേസ്ബുക്ക് ആയിരിക്കും കൊടുക്കുന്നത്. ഫേസ്ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ ചിലപ്പം നമ്മൾ എന്തായാലും ഫേസ്ബുക്ക് സൈൻ കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫേസ്ബുക്കിൽ അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരുന്നുണ്ടാകും. സോ നമ്മൾ അലോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ CapCut ആപ്ലിക്കേഷൻ നമ്മൾ ഫേസ്ബുക്ക് ഡാറ്റാസ് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ അലോ ചെയ്യുകയാണ് അതിലൂടെ. സോ അത് നമ്മൾ ഒഴിവാക്കുക. പകരം ടിക്ടോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടിക്ടോക്ക് നമുക്ക് ഈ നമ്മുടെ കൺട്രിയിൽ ബാൻ ചെയ്തതാണ്. സോ നമ്മളെ ടിക്ടോക്ക് നമ്മളെ മെജോറിറ്റി എന്തായാലും കുറച്ച് ചളി വീഡിയോ ആയിരിക്കും നമ്മൾ എന്തായാലും ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. മേ ബി എൻ്റെ വീഡിയോ കുറച്ച് പറയുകയാണെങ്കിൽ കട്ടച്ചളി വീഡിയോസൊക്കെയാണ് ടിക്ടോക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് എടുത്തിട്ട് ഇവർ വേറെ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഞാൻ വലുതായിട്ട് സ്കോപ്പ് ഒന്നും കാണുന്നില്ല എൻ്റെ ഈ ടിക്ടോക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്ന രീതിക്ക്. സെയിം ഇത് നിങ്ങളും അതുപോലെ ടിക്ടോക്ക് മുമ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ചളി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു ഗുണവും കിട്ടാൻ പോകില്ല. സോ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്ടോക്ക് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. സോ നിങ്ങൾ ടിക്ടോക്ക് വെച്ച് മാത്രം ലോഗിൻ ചെയ്യുക, ഫേസ്ബുക്ക് വെച്ച് ലോഗിൻ ചെയ്യരുത്. ടിക്ടോക്ക് വെച്ച് ലോഗിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4K എക്സ്പോർട്ട്, അനിമേഷൻസ്, അതുപോലെ തന്നെ അത്യാവശ്യം ഫിൽറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് എനേബിൾ ആയി വരുന്നുണ്ടാവും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു VPN നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ VPN നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ഏതെങ്കിലും ഒരു കൺട്രി ആയിരിക്കും വരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സോ ബ്രസീൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൺട്രി ആയിരിക്കും വരുന്നത്. ആ VPN ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺട്രി നിങ്ങൾ ഈ പറയുന്ന സിംഗപ്പൂർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സിംഗപ്പൂർ കൺട്രി നിങ്ങൾ VPN ഫസ്റ്റ് മാനുവലി നിങ്ങൾ എഡിറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ബൈ ഡിഫോൾട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ മാറ്റി സിംഗപ്പൂർ എന്നുള്ള കൺട്രി ആക്കുക. അതിനുശേഷം നിങ്ങൾ ഫോൺ സെറ്റിങ്സിനകത്ത് ചെയ്യാനുള്ള ഒരു സെറ്റിങ്സും കൂടെ ഉണ്ട്. നിങ്ങൾ ഫോൺ സെറ്റിങ്സിനകത്ത് പോവുക, അതിനകത്ത് ആപ്ലിക്കേഷൻസുള്ള സെറ്റിങ്സിലെടുക്കുക. ആ ആപ്ലിക്കേഷൻ സെറ്റിങ്സിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് സ്റ്റോറേജിനകത്ത് പോയിട്ട് നിങ്ങൾ ക്ലിയർ ഡാറ്റ കൊടുക്കുക. അതുപോലെ തന്നെ ക്ലിയർ കുക്കീസ് അല്ലെങ്കിൽ ക്യാഷ് ഫയൽസ് ഉണ്ടാകും, അത് കൊടുക്കുക. തൊട്ട് ബാക്കിലോട്ട് വന്നിട്ട് ഈ ആപ്ലിക്കേഷന് ഫോഴ്സ് സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫോഴ്സ് സ്റ്റോപ്പ് കൊടുക്കുക. അതായത് ആപ്ലിക്കേഷൻ നമ്മൾ ഫോഴ്സ് സ്റ്റോപ്പും ചെയ്യുക, ആപ്ലിക്കേഷനകത്ത് ക്ലിയർ ഡാറ്റ കൊടുക്കുക, ക്ലിയർ ക്യാഷ് ഫയൽസും കൊടുക്കുക. പിന്നെ VPN നമുക്ക് സിംഗപ്പൂറാക്കി കൺട്രിക്ക് കൊടുക്കുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ 100% വർക്കാവും. വേറെ ഒരു വിധ ബുദ്ധിമുട്ടില്ലാതെ ആപ്ലിക്കേഷൻ വർക്കാവും. എല്ലാ ഫിൽറ്ററും അതുപോലെ തന്നെ 4K എക്സ്പോർട്ടും ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാ സെറ്റിങ്സും കിട്ടുന്നുണ്ടാവും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 100% വർക്കിംഗ് ആണ്. ഇത് എനിക്ക് പറയണമെന്ന് തോന്നി, കാരണം ഇത്രയും കമൻറ്റ്സ് വരുന്നുണ്ട്. ഞാൻ ഓരോ കമൻറ്റ്സ് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ആയിട്ട് എടുത്ത് വിടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ അതാണ് ഇന്നത്തേക്ക് ചെയ്തത്. നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ പറയും. ഇതിങ്ങനെ ചെയ്താൽ തന്നെ 100% വർക്കാവും. അതാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അതുപോലെ ട്രൈ ചെയ്തിട്ട് വർക്കിംഗ് ആവുന്നുണ്ടെന്ന് മെജോറിറ്റി ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ചിലർ ഇങ്ങനത്തെ ഇഷ്യൂസ് പറയുന്നുണ്ട്. മേ ബി അവർ സെറ്റിങ്സ് ഇങ്ങനെ ചെയ്തിട്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ടൈപ്പ് ചെയ്തവർക്ക് വായിച്ച് നോക്കുമ്പോഴത്തേക്കും വേറെ പോലെ അവർക്ക് സെറ്റിങ്സ് മാറി വെക്കുന്നതുകൊണ്ടായിരിക്കാം. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ നോക്കുകയാണെങ്കിൽ 100% വർക്കാവും. നിങ്ങളിത് ട്രൈ നോക്കിയിട്ട് വർക്കാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്, വർക്കാവില്ല എന്നുണ്ടെങ്കിൽ
ഞാൻ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ലിങ്ക് എനിക്ക് താല്പര്യമില്ല ലിങ്ക് വെക്കാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ ഒക്കെ ചോർന്നു പോകാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. ഞാനും പിന്നെ പേടിച്ചൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതാണ് എനിക്ക് പബ്ലിക്കിലോട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള പേടി. അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളോട് തന്നെ സ്വയമായി ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത്. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും സേഫറായിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം.